അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മൂത്ത മകൻ രാഹുൽ ദാസിൻ്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി. തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അത് താനൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കട്ടെ എന്നും ചോദിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ കുറിപ്പ്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത്. രാഹുലിൻ്റെ കുറിപ്പിങ്ങനെ: പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ ദാസ്. ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ. എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധിയും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ, കുറിപ്പിൽ പറഞ്ഞു. അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തിയത്. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ തീർച്ചയായും വളരെയധികം ശ്രദ്ധിക്കണമെന്ന ഉപദേശമാണ് പലരും നൽകുന്നത്. പഠനത്തിലും ജോലിയിലും ശ്രദ്ധിക്കണമെന്ന ഉപദേശവും ആളുകൾ നൽകുന്നുണ്ട്. ചില കമൻറ്റുകൾ ഇങ്ങനെ: മോനെ, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ യൂട്യൂബ് ചാനലോ സോഷ്യൽ മീഡിയയോ ആയിരിക്കരുത് നിൻ്റെ ലക്ഷ്യം. നന്നായി പഠിക്കുക, നല്ല ജോലി വാങ്ങുക എന്നതായിരിക്കണം. അച്ചമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. അവിടെ തന്നെ നിൽക്കുക. നിൻ്റെ ഉയരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുക. നിന്നെ വളർത്തിയെടുക്കാൻ നിന്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മോൻ സ്വന്തം കാലിൽ നിൽക്കുക, പഠിച്ചു വളരുക, അച്ഛന് പ്രിയപ്പെട്ട മകനായി തന്നെ വളരുക. വന്നോളൂ, പക്ഷേ ഒരു അപേക്ഷയുണ്ട്. ആ രേണു വന്ന പോലെ വരരുത്, അത്ര തരം താഴരുത്. ഞങ്ങളുടെ സുധിച്ചേട്ടൻ്റെ മോൻ. പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ അതിനുശേഷം സോഷ്യൽ മീഡിയ നിന്നെ യൂസാക്കുന്നത് അറിയാതെ പോകാതെ വിവേകത്തോടെ ചിന്തിച്ച് സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും കളിപ്പാവ ആകാനും കാത്തിരിക്കാതെ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകും. പറയാനുള്ളത് പറഞ്ഞോളൂ, അതിന് കുഴപ്പമില്ല. മോൻ ഓക്കെ ആണോ? പക്ഷേ മോൻ നന്നായി പഠിക്കണം, ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഒരു ഡിഗ്രിയെങ്കിലും വേണം. അച്ഛനെ പോലെ നല്ല മനുഷ്യനായി ജീവിക്കണം. എല്ലാവരുടെയും നാടകങ്ങൾ ജനം അറിയണം. മോൻ ധൈര്യമായി മുന്നോട്ട് വാ. കിച്ചു, നീ ഇപ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കരുത്. നിന്റെ ഭാവി മാത്രമേ മുന്നിൽ കാണാവൂ. പഠിച്ചു നല്ലൊരു ജോലി വാങ്ങിക്ക്. ഇപ്പോൾ നീ എവിടെയാണ് നിൽക്കുന്നത്? നിന്റെ അച്ഛൻ്റെ അമ്മയ്ക്കൊപ്പമാണെങ്കിൽ അവിടെ നിൽക്കൂ. നിന്റെ അച്ഛനെ മനസ്സിൽ ഓർക്കണം. ആ അച്ഛന് സാധിക്കാതെ പോയ ജീവിതം നിന്നിലൂടെ പൂവണിയട്ട മോനെ. എല്ലാ പേർക്കും നിന്നെ ഇഷ്ടമാണ്. കൊല്ലം സുധി ഓരോ മനസ്സിലും ജീവിക്കുന്നത് കിച്ചുവിലൂടെയാണ്. എൻ്റെ വാക്കുകൾ നിനക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു മോനെ. ആരെയും പേടിക്കേണ്ട, ആരുടെ മുന്നിലും തല കുനിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ശരികളെ മാറ്റി നിർത്തരുത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എവിടെയും പറയാൻ കഴിയണം. കിട്ടുന്നതേ തിരിച്ചു കൊടുക്കൂ എന്ന് മനസ്സിലുണ്ടാകണം. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. എന്നാൽ കമൻറ്റുകളോടൊന്നും രാഹുൽ പ്രതികരിച്ചിട്ടില്ല.